ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സുലു. അങ്ങനെ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് വന്നിട്ട് ഡിസംബർ 15. അന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി ആണല്ലോ. അപ്പോൾ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തതാണ്. അങ്ങനെ പോവാണ്. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം കേട്ടോ ഇത്ര ദിവസം ഡിലേ ആയത്. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് തന്നത് ഒരു സെൽഫി സ്റ്റിക്കും മൈക്കും. അപ്പോൾ രാവിലെ കണക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെന്താണ് 6:45 കേട്ടോ ഇറങ്ങിയത്. കറക്റ്റ് 6 മണിക്ക് ഇറങ്ങണം വിചാരിച്ചു. എവിടെയോ അങ്ങനെ കൃത്യസമയത്ത് എത്താറില്ലല്ലോ. അപ്പം അങ്ങനെ 6:45 ഇറങ്ങി. ഞങ്ങളിപ്പോൾ നേരെ കടന്നതും ഒരു 7 മണിയൊക്കെ കഴിഞ്ഞതും തന്നെ 7-7:30 ആയപ്പോഴേക്കും തന്നെ ഞങ്ങളവിടെ പൊള്ളാച്ചി സൈഡ് എത്താറായിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു പൊള്ളാച്ചീൻ്റെ അവിടെ എത്തിയിട്ടില്ലല്ലോ അല്ലേ. ഞങ്ങളിവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടേ. എൻ്റെ ഭർത്താവ് വീഡിയോയുടെ തുടക്കം തൊട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഇതെന്ത് സോളോ ട്രിപ്പാണെന്ന് വിചാരിച്ചാലോ. ഞങ്ങളുടെ ഇടയിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. പിന്നെ ഒന്ന് മൈക്കൊന്നും കണക്റ്റ് ആക്കണം, അത്രയേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ രാവിലെ തൊട്ട് വീഡിയോ എടുക്കുന്നത് ഒരു സോളോ ട്രിപ്പ് പോലെ ഉണ്ടായിരുന്നത്. ഇല്ല, താൻ വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോണത് പറയൂ. അതെ, ഞങ്ങളിപ്പോൾ മൂന്നാർ പോകുകയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. സമയം 7:30 ആയിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഹാപ്പി ആനിവേഴ്സറി. ഞാൻ ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണ്ട, നമുക്ക് എന്തെങ്കിലും ട്രിപ്പ് പോകാമെന്നാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡും, സെൽഫി സ്റ്റാൻഡും, പിന്നെ മൈക്കും അല്ലേ. ഞാനൊരു കാപ്പിയും വാങ്ങിയിട്ടുണ്ട്, ആ ഒരു ചായ. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ അതിവിദഗ്ധമായിട്ട് എങ്ങനെയാ മൈക്ക് കണക്ട് ആക്കേണ്ടതെന്ന് നോക്കിയിട്ട് ഞങ്ങൾ മൈക്ക് കണക്ട് ആക്കിയിരിക്കുകയാണ്. ഇത് കണക്ട് ആക്കാൻ ഞങ്ങൾ ഇവിടെ നിന്ന് 1/2 മണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു. സംഭവം സിമ്പിളാണ്. കണക്ട് ആക്കി ഒന്ന് ചെക്ക് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്റെ ഹസ്ബൻഡ് അങ്ങനെയൊന്നും ഇല്ല. അത് ഞാൻ പറയും, ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. അങ്ങനെ രാവിലെ ശ്രീഷ്മ ഇവിടെയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ വണ്ടി എടുത്തിട്ട് പോവാൻ നിൽക്കുകയാണ്. സമയം 8 മണി ആയിട്ടുണ്ട് കേട്ടോ. 7:30 വന്ന് നിർത്തിയതാണ്. പിന്നെ കുറെ റിസർച്ചും സർച്ചൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഇനിയിപ്പോ ഞങ്ങൾ നേരെ ഇനിയിപ്പോ എവിടേക്കാണ് ഇനി എവിടെ നിർത്തുന്നെന്ന് അറിയില്ല. ഇനി ഉച്ചയ്ക്ക് കഴിക്കാനായിരിക്കും തോന്നുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പൊള്ളാച്ചി എത്തിയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പോണ സമയത്ത് പോണ വഴികളൊക്കെ കാണുമ്പോണ്ടല്ലോ, നമ്മൾ പോയ വർഷം പഴനിക്ക് നടന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഓർമ്മ വന്നത്. ആ വഴികളാണ് ഓർമ്മ വന്നത്. ആ വഴി കൂടെയൊക്കെ ഇങ്ങനെ നടക്കാൻ പറ്റാണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോണ സമയത്ത് ഈ വഴി കൂടെയൊക്കെ നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ മാസം കൂടെ അങ്ങനെ പോവാറുണ്ടല്ലോ ഇനി. അപ്പോൾ അതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിടാം കേട്ടോ. ഇതിൻ്റെ ഇടയിലാണ് ഞാൻ മൈക്കിനില്ലേ, ഞാൻ ഈ ഫോണിൽ കണക്ട് ചെയ്തിട്ട് ബാഗിൽ വയ്ക്കുക എടുക്കുക. അപ്പോൾ അങ്ങനെയായിട്ട് എൻ്റെ മൈക്കിൻ്റെ കണക്ടർ മിസ്സായി പോയിരിക്കുന്നു. അതെനിക്ക് അറിഞ്ഞതും പോലും ഉണ്ടായിരുന്നില്ല. അത് റൂമിൽ പോയിട്ടൊന്ന് ചാർജ് ചെയ്യാൻ പറഞ്ഞ് നോക്കുന്ന സമയത്തായിരുന്നു ആ സംഭവം പോയി എന്നുള്ളത് മനസ്സിലായത്. പിന്നെ ഈ പോണ വഴി ഈ ഒരു വഴി കൊണ്ട് പുളിമരം ഒരു ഷേപ്പിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് പോയതും തന്നെ നമ്മളോടൊന്ന് ചെക്ക് പോസ്റ്റിൽ വന്നിട്ട് 20 റുപ്പീസാണ് എൻട്രി ഫീ. അത് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഉള്ളിലോട്ട് പോകേണ്ടത് കേട്ടോ. പോണ വഴികൾ എവിടെ നിർത്താൻ പാടില്ലാന്നുണ്ടായിരുന്നില്ല. പോകുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷെ ആ സമയത്ത് കാണാത്തതുകൊണ്ട് വലിയ പേടിയുണ്ടായിരുന്നില്ല. പക്ഷെ വാഹനങ്ങൾ മാത്രമല്ല ആ വഴി കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ വരുമ്പോൾ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏതൊക്കെ സ്ഥലത്ത് പോകണം എന്നുള്ളതൊന്നും അങ്ങനെ ഞങ്ങൾ പ്ലാനൊന്നും ചെയ്തിട്ടായിരുന്നില്ല വന്നത്. പക്ഷെ ഒരു മെയിൻ ട്വിസ്റ്റിങ്ങില്ല, പിന്നെ ഞാൻ തിരിച്ച് വന്നിട്ടില്ലേ, പിന്നീടാണ് ഏതൊക്കെ സ്ഥലത്ത് പോകാമായിരുന്നു എന്നൊക്കെ ഒരു ലിസ്റ്റ് എടുത്തത്. ഇന്ന സമയത്ത് ഇറങ്ങണം, ഇന്ന സമയത്ത് എത്തുന്നുള്ളൊരു ലിസ്റ്റ് ഞാൻ വന്നു കഴിഞ്ഞിട്ടായിരുന്നു ഇട്ടത്. പക്ഷേ ശരിക്കും നന്നായിട്ടായിരുന്നു. ഇവിടെ നിന്ന് ചെറിയൊരു വലിയൊരു വാട്ടർഫോൾസ് കാണുന്നുണ്ടോ? വീഡിയോയിൽ അത്ര ക്ലിയർ ആയി കാണുന്നില്ല. പക്ഷേ നേരിട്ടാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടെ എവിടെയും നിർത്താണ്ട് ഈ ഒരു വഴി കേട്ട് വന്ന് ഈ ബൈക്കിലിരുന്ന് കുറച്ച് മടിയായപ്പോൾ വന്ന് നിർത്തിയതാണ്. അപ്പോൾ നല്ലൊരു ലൊക്കേഷനാണ്. വെള്ളച്ചാട്ടം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു.
അപ്പം ഞങ്ങൾ അവിടെ നിർത്താൻ കാരണം കുറച്ച് അടുത്തായിട്ട് തന്നെ കുറച്ച് ലോക്കൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ മാത്രമാണ് കേട്ടോ ആ ഒരു സൈഡ് നിർത്തിയിട്ട് ഈ ഒരു വ്യൂ ഒന്ന് കണ്ട് കുറച്ച് ഇരുന്ന് റെസ്റ്റ് എടുത്ത് എന്നിട്ട് യാത്ര തുടങ്ങിയത്. ഞങ്ങളിങ്ങനെ ഇരുന്നിരുന്ന് മൂന്നാർ ഇനിയും കുറച്ച് കിലോമീറ്റർ പോവണം. ഡ്രസ് വണ്ടി നിർത്തിയിട്ട് വരണുണ്ട്. അവിടുത്തെ വാട്ടർഫോൾസ് ഉണ്ടല്ലോ, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും എന്താ പറയാ, നല്ല. പിന്നെ അങ്ങനെ കുറച്ച് വന്നതും കുറച്ച് ജനവാസമുള്ളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. മൊത്തം കാടായിരുന്നില്ലേ. അത് കഴിഞ്ഞിട്ട് ഇവിടെ പോയി കുളിക്കണം എന്നുണ്ട് വെച്ചാൽ നമുക്കൊരു എൻട്രി ഫീ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല, വെറുതെ എന്തിനാ കുളിക്കണം വിചാരിച്ചിട്ട്. എനിക്ക് മെയിൻ ഒരു ആഗ്രഹം വന്നിട്ട് ലക്കും വാട്ടർഫോൾസിലോട്ട് പോകണം എന്നാണ്. അപ്പോൾ പോണ സമയത്ത് ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളങ്ങനെ ഒന്നൊരു ചായ കുടിക്കുക പിന്നെ മാഗിയും കഴിക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഒരു കടയിലോട്ട് പോയി. അങ്ങനെ ഞങ്ങളിവിടെ ചായ കുടിക്കും. എൻ്റെ ഹസ്ബൻഡിൻ്റെ മുടി എന്താണ്, മുടിയാണ് രക്ഷമില്ലാത്തത്. ഓക്കെ, ഇവിടെ ഒരു ആമയൊക്കെ ഉണ്ടല്ലോ, അവിടെ കടയാണ് കേട്ടോ. എക്കോ ഷോപ്പ് ചിന്നാർ വയറിലെ എൻ്റെ പിന്നിൽ കണ്ടോ എത്ര വലിയ രാമാന്ന്. ഹസ്ബൻഡ് ഈ ഒരു ആമൻ്റെ ഉള്ളിൽ ചെറിയൊരു ഷോപ്പാണ് കേട്ടോ. ഞാൻ പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എൻ്റെ ഉള്ളിൽ കയറണം എന്നുണ്ട് വെച്ചാൽ എന്താണ് ചപ്പൽ ഊരിട്ട് വേണം കയറണം എന്നുണ്ട്. ഷൂ ആയതുകൊണ്ട് എനിക്ക് ഓരോ മടിയായിട്ടും വലിയ കാര്യങ്ങളായിട്ടൊന്നും ഇല്ലല്ലോ, കുറച്ച് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് മാത്രം കയറി നോക്കി, അവിടെ നിന്നൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ബിസ്ക്കറ്റ് മാത്രം വാങ്ങിയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞതൊരു മാഗിയായിരുന്നു, എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതൊരു ചായ. ഞാൻ ഇറങ്ങുമ്പോൾ ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ രണ്ടാമത്തെ ചായ കേട്ടോ. അവിടെ മാഗിയും കഴിച്ചിട്ട് പിന്നെ ഇറങ്ങിയതും പാലക്കാടിൻ്റെ അറ്റ്മോസ്ഫിയറാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് കാട്, അത് കഴിഞ്ഞിട്ട് കുറച്ച് ജനവാസമുള്ളത് ഈ ഒരു ഏരിയയിലാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെയും മറ്റേ തേയിലത്തോട്ടം ഇത് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ സ്ഥലം എനിക്ക് അതൊന്നും കിട്ടിയിട്ട് ആയിരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ചെറിയൊരു റോഡിലോട്ട് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. കണ്ടോ അവിടെ നിന്ന് വണ്ടി വരുന്നത്, എന്നെ ഇനി ചീത്ത പറയും. ജസ്റ്റ് ഇരുന്നായപ്പോൾ ഒന്ന് നിർത്തി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചതാണ് ഇവിടെ. അങ്ങോട്ട് പോവാ. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഫീലിംഗിലേക്ക് വാ. ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇതാണോ വിഷക്കായി കാണിച്ചു തരാം കേട്ടോ. അവിടെ അത് ക്ലിയർ ആവുന്നില്ല, വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. നമുക്ക് ആ എസ്റ്റേറ്റിലൊന്നും ഇപ്പോൾ വെറുതെ നിൽക്കാറാ. നമ്മൾ ഫോട്ടോ എടുത്തിട്ടൊന്നും ആരും ഇല്ലല്ലോ, അതിന് നീ ആൾവാസമുള്ള അവിടെ പോയി നിർത്തണം എന്ന് പറയണം. വെള്ളച്ചാട്ടം ഒന്നും ഇല്ലാത്തത്. നമ്മൾ കണ്ടുവരുന്നു, നമ്മൾ ഫോട്ടോ
നിന്റെ വണ്ടിയല്ല, നിന്റെ ബ്രദറിന്റെ വണ്ടിയാണ്. ഞങ്ങൾ ഇനിയിപ്പോ നേരെ ഇറങ്ങാണ്. റെസ്റ്റ് എടുത്ത് മതിയായി. ഇരുന്നിരുന്ന് മതിയായതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുത്ത് ഇപ്പം റെസ്റ്റ് എടുത്ത് മതിയായി. ഇനിയും കുറച്ച് ദൂരം പോവാനുണ്ട്. അപ്പോൾ ഭർത്താവേ വിദ്യയല്ലേ, ഞാൻ ഇതേ വരുള്ളൂ. അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ വന്നത് ലക്കും വാട്ടർഫോൾസിലോട്ടാണ് കേട്ടോ. സീസൺ ഇല്ലാത്തത് കൊണ്ട് തിരക്ക് നല്ല കുറവായിരുന്നു. പക്ഷെ ഞാനൊരു ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 100 രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് ഞങ്ങൾ ഈ വാട്ടർഫോൾസിലോട്ട് വന്നിരിക്കുകയാണ്. ക്യാഷ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഡീറ്റെയിൽ വെക്കണം. കാരണം നമുക്കിവിടെ നെറ്റ്വർക്ക് വർക്കിൽ നിന്ന് പോലും ഒരു വൈഫൈ തന്നിട്ടാണ് ക്യാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹാഫാനിന് ഉണ്ടോയെന്ന് അറിയില്ല. ഞങ്ങൾക്ക് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വൈഫൈ ആണെങ്കിൽ ചാർജ് കുറവായിരുന്നു. എടുക്കാൻ പറ്റിയില്ലെന്ന് അറിയുമായിരുന്നില്ല. അവിടെ നിന്ന് ഞങ്ങൾ കഷ്ടപ്പെട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഒരു വെള്ളത്തിൽ കളിച്ചില്ല. അവിടെ പോയി നിന്ന് നേരെ അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. ഞങ്ങളങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നതാണ്. പക്ഷെ നനയുടെ താല്പര്യമുണ്ട്, അറിയാം. നനയുടെ താല്പര്യമുണ്ട്, പക്ഷെ നനയാൻ പറ്റില്ല. വെള്ളത്തിൽ കാലത്ത് കാലത്ത് വന്നിട്ട് നല്ല മരവിച്ച് പോലെ വീട്ടുണ്ടായിരുന്നു കേട്ടോ. തണുപ്പ് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കൊരു ചെറിയൊരു ടെൻഷൻ എന്ന് വെച്ചാൽ അപ്പം തന്നെ സമയം ഒരു 1 മണി 2 മണി ആയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇനിയും കുറച്ച് ദൂരം പോകണം. അപ്പോൾ എന്താണ് സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് ഞങ്ങളിപ്പോൾ ഇതാ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഒരു മത്സ്യം വന്നിട്ട് 80 രൂപ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു വണ്ടി എടുത്തിട്ട് വരണുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇതിട്ട് നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതേ വന്നു ഹസ്ബൻഡ് വണ്ടി എടുത്തിട്ട്. അങ്ങനെ നമ്മൾ എവിടെ നിന്ന് വാങ്ങിയത് അരപ്പിക്കുളവാ. അവിടെ നിന്ന് ഞങ്ങൾ 2 മാങ്ങയും പൈനാപ്പിളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിർത്തി കഴിച്ചില്ല. അത് കഴിഞ്ഞിട്ട് കുറേ ദൂരം വന്നിട്ട് കണ്ണൻ ദേവൻ ഫാക്ടറിയിലെ കണ്ണൻ ദേവൻ. പക്ഷെ അവിടെ കണ്ണൻ ദേവൻ്റെ ആണ് ടി എസ്റ്റേറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം അവിടെ വന്ന് വെറുതെ ഞങ്ങൾ കഴിക്കുകയാണ്. മുടി ശരിയാക്ക മാങ്ങ നല്ല പുളിപ്പുണ്ടായിരുന്നു കേട്ടോ. പൈനാപ്പിൾ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു ടവൽ എടുക്കണമെന്ന് വിചാരിച്ചു. മറന്നു. വാട്ടർ ബോട്ടിൽ എടുക്കണം, വെള്ളം എടുക്കണമെന്ന് വിചാരിച്ചു. അത് മറന്നു. പിന്നെയൊക്കെ എല്ലാം എടുത്തിട്ട് വരുന്നതെന്ന് വിചാരിച്ചിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. ശരി, ഞാൻ പോണ വഴിയിൽ വെള്ളമൊക്കെ വാങ്ങി. മാങ്ങ നല്ല പുളിപ്പുണ്ട് കേട്ടോ. മാങ്ങ നല്ല പുളിപ്പുണ്ട്. നീ വേണമെങ്കിൽ കുടിച്ചോ, ചായ എന്തെങ്കിലും കുടിക്കണം. ഞങ്ങൾ വെള്ളം എടുക്കണം എന്ന് വിചാരിക്കും, പക്ഷെ വെള്ളം എടുക്കാൻ മറന്നു. നമ്മളവിടെ നിന്ന് മാങ്ങയും പൈനാപ്പിളും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് വന്നപ്പോൾ നല്ലൊരു സ്പോട്ട് ഉണ്ടോ. ഇവിടെയാണെന്ന് വെച്ച് ചായക്കടയുണ്ട്. കുറച്ച് അത്യാവശ്യം ആൾക്കാരുണ്ട്. നമുക്ക് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും
ഇത് ഇവിടെ എൻ്റെ ഹസ്ബൻഡ് നിൽക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എഗെയിൻ ഒരു ചായക്ക് വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. ഞാനൊന്നും കഴിച്ചിട്ടൊന്നുമില്ല, ഇതിപ്പോൾ 3ാമത്തെ ചായയായി. ഇപ്പോൾ സമയം വന്നിട്ട് 4:30 ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ സ്റ്റേ എങ്ങനെ എടുക്കണമെന്ന് അറിയാണ്ട് നമ്മളിപ്പോൾ ഇവിടേക്കൊന്ന് വന്നിരിക്കുന്നു കേട്ടോ, ഫ്രീ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററിലോട്ട്. നമുക്ക് കാരണം അറിയില്ല എവിടേക്കാണ് സ്റ്റേ എന്നുള്ളത് അറിയില്ല. നമുക്ക് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്നൊരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, അവരെ വിളിച്ചു. അപ്പോൾ അവർ വിളിച്ചപ്പോൾ ഇവിടെ തന്നെ ടൗണിൽ തന്നെ റൂം സെറ്റായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ഗൂഗിൾ നോക്കി വിളിക്കുന്ന സമയത്ത് സ്ഥലവും നേരെ അറിയുന്നില്ല, നല്ല ഉള്ളിലോട്ടൊക്കെ പോകണം, പിന്നെ വെറുതെ വേണ്ട ടൗണിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ട് നല്ലൊരു റൂംസ് തന്നെയാണ് കേട്ടോ. മൂന്നാർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫോണിലാണെന്നുണ്ട് വെച്ച് ഒന്നും ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ റൂം എത്തിയതൊന്ന് ചാർജ് കുത്തണം. 2 ആൾക്കാരുടെ ഫോൺ ചാർജ് ഉണ്ടായിരുന്നില്ല, എൻ്റെ അത്യാവശ്യം നിൽക്കുമായിരുന്നു. പിന്നെ സുജിത്തിൻ്റെ ഫോണിലാണെന്നുണ്ടെങ്കിൽ ചാർജ് തീരെയില്ല. റൂമാണെന്നുണ്ട് വെച്ചാൽ അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ടൗണിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് അടുത്തുള്ള സ്ഥലങ്ങൾക്കൊക്കെ പോയിട്ട് വരാനും പറ്റും. അടുത്ത് തന്നെ മിനി ഇവിടെ ഹസ്ബൻഡ് വന്നിട്ട് ലോക്ക് വർക്കാകുന്നുണ്ടോ ഇല്ലയോ ഒന്ന് നോക്കണം കേട്ടോ. പുറത്ത് പോകുമ്പോൾ വർക്കാകുന്നുണ്ടോ ഇല്ലയോ അവർക്ക് നോക്കണം. ഇത് നോക്കിയോളൂ, അത്യാവശ്യം നല്ലൊരു സ്റ്റേ ആണ്. ഞങ്ങൾ വന്നതില്ലേ ഫോണിൽ ചാർജ് വെക്കണമല്ലോ. അപ്പോൾ നേരെ വന്ന് ടി വി ഇട്ടിട്ടായിരുന്നു കേട്ടോ. ടി വി അത് വർക്കല്ലായിരുന്നു. പിന്നെ അവരെ വിളിച്ച് വരുത്തി, പിന്നെ ടി വി ഒന്ന് കണക്റ്റ് ആക്കി തന്നു, സെറ്റായി. പിന്നെ അവിടെ നിന്നുള്ള വ്യൂ കണ്ടോ, എൻ്റെയർ മൂന്നാർ ടൗൺ നമുക്ക് കാണാൻ പറ്റും. അടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് കണ്ടോ. എന്താണ് ഞങ്ങൾ ഈ സമയം പോയത് സീസൺ അല്ലാത്തത് കൊണ്ടല്ലേ തിരക്ക് കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റേയും പെട്ടെന്ന് കിട്ടി. പിന്നെ ട്രാഫിക്കും നല്ല കുറവായിരുന്നു. ഞങ്ങളിതാ ഈ ഒരു കഴിയുന്ന വരെ ഞങ്ങൾ റൂമിൽ തന്നെയായിരുന്നു കേട്ടോ. ഈ സിനിമ ഞങ്ങൾ മൂന്നാർ വന്നത് ഇപ്പോൾ നല്ല വെളിച്ചമുണ്ട് അത്യാവശ്യം. അപ്പൊ ഞങ്ങളിതേ വന്നത് ഈ സിനിമ കാണാൻ തുടങ്ങിയതുകൊണ്ട് ഈ സിനിമ കഴിയാനായി ഞങ്ങളിപ്പോ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറച്ചു നേരം ഇവിടെ നോക്കും. റൂമിൽ നിന്ന് പുറത്തേക്ക് ഇനി എവിടേക്ക് പോകാൻ നമുക്ക് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ 6 മണിക്ക് ഇറങ്ങണത്. അപ്പോൾ നല്ല വിളിച്ചിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ ഔട്ട്ഫിറ്റ് ചേഞ്ച് ആക്കി ഞങ്ങൾക്ക് പോകണം. ഫുൾ ആ ബാഗി ജീൻസും ഈ ഒരു ടോപ്പാണ് ഇട്ടോട്ടിരിക്കുന്നത്. പൂവല്ലേ. ഞങ്ങളങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടുള്ള വഴി ചോദിച്ചപ്പോഴാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് ഹെൽമെറ്റ് ഇല്ലാണ്ട് പോകാൻ പറ്റില്ല, കാരണം അവിടെ ക്യാമറയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഹെൽമെറ്റ് എടുക്കണ്ട വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പോയി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റ്. കണ്ടോ ഞങ്ങൾ 6 മണി 6:10 6:15 അങ്ങനെയൊക്കെ തന്നെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും എന്തൊരു ഇരുട്ടാണെന്ന് കണ്ടോ. അങ്ങനെ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് പോവുകയാണ്. ഈ ഒരു സമയം സ്ഥലം അറിയുന്നില്ലല്ലോ, വീട്ടിന് സ്ഥലം അറിയുന്നില്ലല്ലോ. സമയം 6 മണി ആയിട്ടുള്ളൂ കേട്ടോ. ക്ലിയർ ഇല്ല. അവിടെ ഒരു ട്രബിൾ ഞങ്ങൾ നേരെ വന്നിട്ട് ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് എത്തിയിട്ടോ. അധികം അടുത്ത് തന്നെയായിരുന്നു. പിന്നെ അതാ കണ്ടോ എന്താണ് ഡബിൾ ട്രക്ക് ബസ്, അതിലോട്ട് കയറണം. കയറിയിട്ട് നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയാലോ എന്നൊക്കെയുള്ളൊരു ചെറിയൊരു സീരിയസ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ഞാനും സൂചിച്ചും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് വേണ്ടെന്ന് വിചാരിച്ചു, കാരണം ഇരുട്ടായതുകൊണ്ട് ഇനി വേണ്ട, നമുക്ക് ഒന്നാമത് സ്ഥലവും അറിയില്ല, വെറുതെ എന്തിനാണ് പറഞ്ഞിട്ട് അത് റിസ്ക് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണമാണ് ഞങ്ങൾ ഈ നേരത്തെ വരാൻ കാരണം ഒരു 10 മിനിറ്റ് വർഷപ്പോൾ രാത്രി ആയിട്ടു ഞങ്ങളിവിടെ വന്നിട്ട്. തണുപ്പ് നല്ല തണുപ്പ്.
വന്നിട്ട് ഒരാൾക്ക് വന്നിട്ട് 100 രൂപയാണ് എൻട്രി ഫീ വന്നിട്ട്. ഈ സമയത്ത് ഞങ്ങളവിടെ എന്ത് കാണും, കുറേ ഉണ്ട് അവിടെ കാണാനായിട്ട്. പിന്നെ രാത്രി ആയത് കാരണം ഞങ്ങൾ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ വേറെ എവിടേക്കും പോകാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു മ്യൂസിക് ഫൗണ്ടേഷൻ അതൊരു 7 മണിക്ക് സ്റ്റാർട്ടാക്കും എന്നുള്ളത്. അപ്പോൾ ശരി, അതെന്തായാലും കാണാൻ പറഞ്ഞിട്ട് എന്തായാലും ഇത്ര ദൂരം വന്നു, അപ്പോൾ എന്തായാലും കാണാം. ഇനിയിപ്പോൾ അവിടെ പോകുമെന്നറിയില്ല. പക്ഷെ ഉണ്ടല്ലോ, നല്ലോണം മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടെയുള്ള ചെടികൾക്കൊക്കെ വെള്ളം, നമ്മുടെ ഹെൽമെറ്റ് അവിടെ വെച്ചിട്ട് ആ ഹെൽമെറ്റിൽ തൊട്ട് നോക്കുമ്പോൾ അവിടെയും അതിൽ മഞ്ഞ് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ലൈറ്റ് സെറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഈ സമയത്താണെങ്കിൽ ആൾക്കാരുണ്ടായിരുന്നു. ഞാനും വിചാരിച്ചു ഈ സമയത്ത് ആൾക്കാരൊക്കെ വരുമോ എന്ന്. പക്ഷെ ഉണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു അവിടെ. ഞാൻ വന്നിട്ട് അത്യാവശ്യം സ്വെറ്റർ പോലത്തുള്ളൊരു ഡ്രസ്സായിരുന്നു എൻ്റെ. അപ്പോൾ എനിക്ക് അധികം തണുപ്പ് അറിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡിനെയാണെന്ന് വെച്ചാൽ നല്ലോണം തണുക്കുന്നുണ്ടായിരുന്നു, എന്നേക്കാളും നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്വെറ്റർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എടുക്കാൻ മറന്നോ ചോദിച്ചിട്ടില്ല, ഒന്നും ഉണ്ടായിരുന്നു, ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കത് ആവശ്യം ഉണ്ടായിരുന്നില്ല. അവൻ്റെ അടുത്ത് ഇടാൻ പറഞ്ഞിട്ട് അവൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അടുത്തേക്ക് പോയിട്ടില്ല, പുറത്ത് വന്നാണോ അങ്ങനെ ഞങ്ങൾ ലൈറ്റിംഗ് ഒക്കെ കണ്ടു. ഇനി ഇവിടെ ഒരു ഡാൻസിങ്, മ്യൂസിക് ഡാൻസിങ് അങ്ങനെ എന്തോന്നുണ്ട് കേട്ടോ, അതൊന്ന് കണ്ടിട്ട് ഇതേ ഇപ്പം എന്താണ് വാട്ടർ മ്യൂസിക് ഡാൻസിന് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും അവിടെ നിറയെ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെന്തോ ഒരു സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം തന്നെ ഉള്ളൂ കേട്ടോ സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട്. അത് ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളിത് ഫസ്റ്റ് ടൈം ആയിട്ടുണ്ട്. ഒരു 5 പാട്ട് എന്നാണ് പറഞ്ഞത്. അത് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6 പാട്ട് ഇട്ടിട്ടുണ്ടാവും വിചാരിച്ചു. അങ്ങനെ 6 പാട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും മൂന്നാർ പോകുകയാണെന്നുണ്ട് വെച്ച് ഈ ഒരു വാട്ടർ ഫൗണ്ടേഷൻ വന്നിട്ട് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. അതെന്തായാലും നല്ലൊരു വൈബാണ്. കാരണം എല്ലാ ആൾക്കാരും ഒരു വൈബാണ്. ബാക്കിലൊക്കെ ആൾക്കാരൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു, പെൺകുട്ടികളും കളിക്കുന്നുണ്ടായിരുന്നു. അവർ സെപ്പറേറ്റ്, ചെക്കന്മാരും സെപ്പറേറ്റ്. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനും. അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നന്നായിട്ട് തോന്നി എനിക്ക്. ഇതാണെന്ന് വെച്ചാൽ പ്ലേ ചെയ്തിട്ടെന്ന് വെച്ചാൽ മ്യൂസിക് ഉണ്ട്. കാരണം ഇനി കോപ്പിറൈറ്റ് വന്നാലോ പറഞ്ഞിട്ട് ഞാനത് വോയിസ് ഓവർ ചെയ്തതാണ്. ഇതൊന്ന് വന്നിട്ട് 3D എന്തോ പറഞ്ഞിട്ടോ, അത് ഈ സീറ്റിന് എന്താണ് കാരണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതൊന്നും മാത്രം അവിടെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിനൊരാൾക്ക് ടിക്കറ്റ് വന്നിട്ട് 150 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ ചപ്പലൊക്കെ വെളിയിൽ തന്നെ ഇട്ടിട്ട് വേണം പോകണമെന്ന് വെച്ചാൽ. Okay. സംഭവം ഉണ്ടല്ലോ, കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ശരിക്കും രണ്ടാമത്തെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് ജുറാസിക് വേൾഡ്. നമ്മൾ ശരിക്കും അതിൻ്റെ കൂടെ ബാക്കി പോകണ പോലെ ഫസ്റ്റ് തോന്നിയിട്ടുണ്ട്, അതിലായിരിക്കാം. പിന്നീട് അത് അങ്ങനെ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോവുകയാണ് കേട്ടോ. സമയം ഇപ്പോൾ 8 മണി ആയിട്ടില്ല. വരാൻ തുടങ്ങി. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും എന്നറിയില്ലായിരുന്നു. നല്ല തണുപ്പുണ്ട്. അപ്പോൾ എന്താ വിചാരിച്ചത്, ഞങ്ങൾ എന്ത് ചെയ്യും ഇത്ര വൈകി വന്നുള്ളത്. പക്ഷെ അവിടെ പോയിട്ട് മ്യൂസിക്കൽ ഫൗണ്ടേഷൻ അതൊക്കെ കണ്ടിട്ടില്ലേ, സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളങ്ങനെ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ചിക്കൻ റൈസ് പറഞ്ഞിട്ടുണ്ട്. അത് വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങളിവിടെ കഴിച്ചു തീർന്നത്. അത് 2 പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് പൊറോട്ട കഴിച്ച് തീർത്തു. ചിക്കൻ ഫ്രൈഡ് റൈസ് എന്ന് വെച്ചിട്ടുണ്ടല്ലോ നന്നായിട്ടുണ്ടായിരുന്നു.
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാറിലൊക്കെ ഉണ്ടാവുന്നതാണ് വേണ്ട കഴിക്കാൻ വിചാരിച്ചിട്ടില്ല. അവസാനം ഉണ്ടല്ലോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന് പുറമെ ഞങ്ങൾ ഒന്നും കൂടെ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 9 മണിയാവാൻ റൂമിലോട്ട് വന്നു. ഞങ്ങൾ കഴിച്ച് ഫേസ് വാഷ് ഉണ്ടായിരുന്നില്ല. ആ ഒരു ഫേസ് വാഷ് വാങ്ങി, നല്ല തണുപ്പ്, കുറച്ച് സെൻറ്റ് ഫ്രഷ് വിക്സ്, അങ്ങനെ വന്ന് ഞങ്ങൾ റൂമിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ സീസൺ അല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല, അധികം തിരക്കൊന്നുമില്ല. ഉപ്പാടോ റൂം ഞങ്ങളുടെ വെളിയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. റൂം നോക്കൂ, വന്ന് കിടന്നു. അത് ഞാൻ തോർത്തെടുക്കാൻ മറന്നിട്ടുണ്ട്, ഞാൻ ടവലെടുക്കാൻ മറന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സിൽ ഫേസ് ഒന്ന് തുടച്ചതായിരുന്നു. വന്നത് നമ്മുടെ ഫസ്റ്റ് പരിപാടി ടി വി ഇടുക, പിന്നെ അവിടുത്തതൊന്ന് മാറ്റുക, പിന്നെ ഇതാ ഡിസ്പ്ലേ ലോക്കാക്കട്ടെ. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ, ഇത് ലോങ് ആയിട്ടുണ്ടാകും ഞാൻ എടുക്കുന്ന വീഡിയോ. അപ്പോൾ ഇനി സെക്കൻഡ് വീഡിയോ ആയിട്ട് ഞാൻ പാർട്ട് 2 ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ. ഇന്നത്തെ ദിവസം അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഇതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. അത് നല്ല ഭംഗിയില്ലേ. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീരുകയാണ്. ഇനി അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് പാർട്ട് 2 ആയിട്ട് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീരുകയാണ്. ഇനി എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.